നമസ്കാരം സുഹൃത്തുക്കളെ. മാസാവസാനം നമ്മുടെയെല്ലാം പേഴ്സിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെയായിരിക്കും. ശമ്പളം വരുമ്പോൾ നമ്മൾ രാജാവിനെ പോലെ ജീവിക്കും. 10-ാം തീയതി കഴിയുമ്പോൾ മന്ത്രിയാകും. 20-ാം തീയതി ആകുമ്പോഴേക്കും ഭിക്ഷാന്തേഹിയാകും. ശരിയല്ലേ? പണം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെ നിലനിർത്തണം എന്ന്, എങ്ങനെ വളർത്തണമെന്ന് പലർക്കും അറിയില്ല. വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും വേണ്ട. നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കുറുക്കു വഴികളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പണം പണക്കാരൻ്റെ അടുത്തേക്ക് മാത്രം പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. പണം എങ്ങനെ ലാഭിക്കാം? സമ്പാദ്യം തുടങ്ങാൻ ലക്ഷങ്ങൾ വേണമെന്നില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിലവുകളെ വരുതിയിലാക്കുക എന്നതാണ് ആവശ്യം. ആഗ്രഹം എന്നത് നാം തിരിച്ചറിയണം. ഉദാഹരണത്തിന്, നമ്മുടെ ദാസപ്പൻ എന്നും പുറത്തുപോയി 20 രൂപയുടെ ചായയും 10 രൂപയുടെ കടിയുമായി 30 രൂപ ചെലവാക്കും. മാസത്തിൽ ഇത് 900 രൂപയാണ്. ഇതിൽ പകുതി ലാഭിച്ചാൽ തന്നെ ഒരു ചെറിയ ചിട്ടി തുടങ്ങാം. അനാവശ്യമായ ഓൺലൈൻ ഷോപ്പിങ്ങും ഓഫർ കണ്ടു വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളും ഒഴിവാക്കിയാൽ തന്നെ പകുതി വിജയിച്ചു. ഓർക്കുക, ലാഭിക്കുന്ന ഓരോ രൂപയും സമ്പാദിക്കുന്ന ഓരോ രൂപയ്ക്ക് തുല്യമാണ്. ഇനി നിക്ഷേപ രീതികൾ. പണം വെറുതെ അക്കൗണ്ടിലിട്ടാൽ അത് വളരില്ല. അത് കാലക്രമേണ തളർന്നു പോകും. അതിനെ നമ്മൾ പലയിടങ്ങളിലായി നിക്ഷേപിക്കണം. ഇന്ന് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നിക്ഷേപമാണ്. പണത്തിന് അത്യാവശ്യം വന്നാൽ ഉടനെ സഹായിക്കും. പക്ഷേ ആഭരണമായി വാങ്ങുന്നതിനേക്കാൾ ഗോൾഡ് കോയിനായോ സോവറിൻ ഗോൾഡ് ബോണ്ടായോ വാങ്ങുന്നതാണ് ലാഭം. അടുത്തത് മ്യൂച്വൽ ഫണ്ട്. വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയം എന്ന് കേട്ട് പേടിക്കണ്ട. ദീർഘകാലത്തേക്ക് ചെറിയ തുകകൾ SIP ആയി നിക്ഷേപിച്ചാൽ ബാങ്ക് പലിശയേക്കാൾ നല്ല ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ഭൂമി. കയ്യിൽ നല്ലൊരു തുകയുണ്ടെങ്കിൽ വിശ്വസിച്ച് നിക്ഷേപിക്കാവുന്ന ഒന്നാണ് ഭൂമി. അതിൻ്റെ വില കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നികുതിയായി കൊടുക്കുമ്പോൾ ചെറിയൊരു സങ്കടം വരും. എന്നാൽ നിയമപരമായി തന്നെ നമുക്ക് നികുതി ലാഭിക്കാൻ പല വഴികളുണ്ട്. PPF, ഇൻഷുറൻസ് പോളിസികൾ, പെൻഷൻ സ്കീമുകൾ എന്നിവയിലൊക്കെ നിക്ഷേപിച്ചാൽ നികുതി ഇളവ് ലഭിക്കും. ഇത് പണം ലാഭിക്കാനുള്ള മറ്റൊരു ബുദ്ധിപരമായ വഴിയാണ്. ഇതൊരു കഥയിലൂടെ പറയാം. നമ്മുടെ കുട്ടപ്പന് ഗൾഫിൽ വലിയ ജോലിയാണ്. മാസം 1 ലക്ഷം രൂപ ശമ്പളം. നാട്ടിൽ വരുമ്പോൾ കുട്ടപ്പൻ രാജാവിനെ പോലെയാണ്. ലേറ്റസ്റ്റ് ഐഫോൺ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, പിന്നെ കയ്യിൽ ഒരു വലിയ കാറും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മാസം 10-ാം തീയതി കഴിഞ്ഞാൽ കുട്ടപ്പൻ്റെ പേഴ്സിൽ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ്. എല്ലാം കടം. അതേസമയം കുട്ടപ്പൻ്റെ അയൽവാസി രാഘവൻ നായർ, പുള്ളി നാട്ടിൽ ഒരു ചെറിയ കട നടത്തുകയാണ്. മാസം കിട്ടുന്നത് വെറും 20,000 രൂപ. കുട്ടപ്പൻ പലപ്പോഴും നായരെ കളിയാക്കും. നായരെ, ഈ തുച്ഛമായ കാശ് വെച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന്. സംഭവം തുടങ്ങുന്നത് ഇവിടെയാണ്. 10 വർഷം കഴിഞ്ഞ് കുട്ടപ്പൻ ഗൾഫിലെ ജോലി കളഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. കയ്യിൽ സമ്പാദ്യമായി ഒന്നുമില്ല, വലിയൊരു കാർ മാത്രം ബാക്കി. പക്ഷേ രാഘവൻ നായർ അപ്പോഴേക്കും സ്വന്തമായി ഒരു വീട് വെച്ച് മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചു. കൂടാതെ മറ്റൊരു കട കൂടി വാങ്ങി. കുട്ടപ്പൻ അത്ഭുതപ്പെട്ട് നായരോട് ചോദിച്ചു, നായരെ, എൻ്റെ 5-1 ശമ്പളം പോലും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ എങ്ങനെ ഇത് സാധിച്ചു? നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടപ്പ, നീ നോക്കിയത് നിന്റെ വരുമാനമാണ്, ഞാൻ നോക്കിയത് എൻ്റെ മിച്ചമാണ്. ആ രഹസ്യം ഇതായിരുന്നു. കുട്ടപ്പന് പണം കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനായി ചെലവാക്കി. എന്നാൽ രാഘവൻ നായർ തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് ആദ്യം ഒരു വിഹിതം മാറ്റിവെച്ചു. അത് പണം സ്വർണത്തിലും ചെറിയ ചിട്ടികളിലുമായി നിക്ഷേപിച്ചു. കുട്ടപ്പൻ വാങ്ങിയ ഐഫോണിൻ്റെ വില കുറഞ്ഞു. നായർ വാങ്ങിയ സ്വർണത്തിൻ്റെ വില കൂടി. ഇവിടെ കുട്ടപ്പൻ്റെ കാർ പെട്രോൾ അടിച്ച് പണം തീർത്തു. നായരുടെ ചെറിയ നിക്ഷേപം കൂട്ടുപലിശയുടെ കരുത്തിൽ വളർന്നു. സുഹൃത്തുക്കളെ, ഈ കഥയിലൂടെ കുട്ടപ്പനാണോ നിങ്ങൾ എങ്കിൽ ഓർക്കുക, നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല, എത്ര മിച്ചം പിടിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഐശ്വര്യം. പണക്കാരനാകാൻ ലക്ഷങ്ങൾ ശമ്പളം കിട്ടാൻ കാത്തിരിക്കേണ്ട. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപയിൽ നിന്നും 10 രൂപ മാറ്റിവെക്കാൻ കാണിക്കുന്ന ആ ചെറിയ ബുദ്ധിയുണ്ടല്ലോ, അതാണ് നിങ്ങളെ ഭാവിയിൽ ലക്ഷപ്രഭുവാക്കുന്നത്. പണം എന്നത് ഒരു നല്ല സേവകനാണ്, പക്ഷേ മോശം യജമാനനാണ്.
പണം നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ പണത്തെ ഭരിക്കണം. ഇന്നു മുതൽ ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാൻ തുടങ്ങുക. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇന്നത്തെ ഈ തീരുമാനത്തിന് നന്ദി പറയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആ സമ്പാദ്യശീലമില്ലാത്ത കൂട്ടുകാരന് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു തകർപ്പൻ വിഷയവുമായി നമുക്ക് കാണാം. നന്ദി.